അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നിവിടെ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സ്നേഹിച്ചിരിക്കുന്ന രണ്ട് വ്യക്തികൾ, സ്ത്രീയും പുരുഷനും, അവരുടെ സ്നേഹബന്ധം എങ്ങനെ ദീർഘിപ്പിക്കാം, പിരിഞ്ഞു പോകാതെ അവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. സ്നേഹബന്ധം രണ്ട് വിധമുണ്ട്. വിഹിതം എന്ന് പറയുന്നതും അവിഹിതം എന്ന് പറയുന്നതും. ഒട്ടുമുക്കാലും അവിഹിതമായിരിക്കും. കുറെയെല്ലാം വിഹിതവും ഉണ്ടാവും. എല്ലാവരും ആഗ്രഹിക്കുന്നത് തൻ്റെ പങ്കാളി ഒരു കാലവും മരണം വരെ നഷ്ടപ്പെട്ടു പോകാതിരിക്കണം എന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആയുസ് 1 വർഷം, 2 വർഷം, 3 വർഷം മുതൽ ഒരു നിശ്ചിത സമയം കൊണ്ട് അവിടെ അകൽച്ച ഉണ്ടാകുന്നുണ്ട്. ഇതിന് ഞാനൊരു ഉദാഹരണം ആദ്യമായിട്ട് പറയുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഒരു കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് ആദ്യമൊക്കെ അപൂർവ വസ്തുവായിരിക്കും. അപൂർവമായിട്ട് നമ്മളതിനെ ഒരുപാട് പരിപാലിച്ച് ഒരുപാട് ശ്രദ്ധ കൊടുക്കും. കുറേ നാൾ കഴിയുമ്പോൾ അതെന്തായി സാധാരണ വസ്തുവായി. ഇതേ രീതി തന്നെയാണ് നമ്മൾ ആദ്യം പ്രണയം തുടങ്ങുമ്പോൾ. എന്തായിരിക്കും, പ്രണയം തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര കരുതലായിരിക്കും. കുറേ നാൾ കഴിയുമ്പോൾ എന്തായി, പിന്നെ നമുക്കത് വേണ്ടാത്തതായി, ദഹനക്കേടാണ്. പിന്നെ ഇത് ഒഴിവാക്കേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് സ്നേഹിച്ചിരിക്കുന്ന സമയത്താണ്. നിർഭാഗ്യവശാൽ എല്ലാവരും എന്നെ വിളിക്കുന്നത് പ്രണയം പൊട്ടിക്കഴിഞ്ഞിട്ടാണ്. പ്രണയം പൊട്ടുമ്പം ചെയ്താൽ അവിടെ വശ്യം പിടിക്കില്ല. വശ്യത്തിൻ്റെ മൂർച്ച കൂടണമെന്നുണ്ടെങ്കിൽ പ്രണയിച്ചിരിക്കുമ്പോൾ മാത്രമേ നടക്കുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ റിലേഷൻ പുനഃസ്ഥാപിച്ചെടുക്കേണ്ട പണി മുതൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിലവിൽ സ്നേഹിച്ച് നല്ല ബന്ധത്തിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അവരെന്ത് ചെയ്യണം, അവരുടെ ബന്ധം ദീർഘിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ, അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. കാരണം 2-3 ഇടപെടലൊക്കെ ഉണ്ടാകുമ്പോഴാണ് ബന്ധങ്ങൾ പൊളിയുന്നത്. അപ്പം ബന്ധങ്ങൾ എന്ന് പറയുന്നത് മോശം കാര്യമാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അതിനെ മോശമെന്ന് പറയുന്നത് ധർമ്മമെന്നും അധർമ്മമെന്നും നമ്മൾ തരംതിരിക്കുമ്പോഴാണ്. കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി മറ്റൊരാളെ പ്രണയിക്കുന്നത് നല്ലതെന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ധർമ്മവും അധർമ്മവും ആയിട്ടൊക്കെ ഒരുപാട് പ്രണയബന്ധങ്ങളുണ്ട്. ഏത് പ്രണയബന്ധമാണെങ്കിലും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ബന്ധം തകരുന്നതിന് മുൻപായിട്ട്, അതിനകത്ത് യാതൊരുവിധ കലക്കലും വരുന്നതിന് മുൻപായിട്ട് അതിനെ സ്ഥിരപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്താൽ അത് ദീർഘകാലം നിങ്ങളുടെ കൂടെ ഇരിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.